ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബേബിയുടെ ചോറൂണിൻ്റെ വീഡിയോ ആണ്. 151st ഡേൻ്റെ അന്നാണ് നമ്മൾ നോക്കിച്ചപ്പോൾ ബേബിയുടെ ചോറൂണ് അന്നാണ് പറഞ്ഞ് 6 months ആയി. അപ്പോൾ തിരുവമ്പാടി അമ്പലത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അവിടെ ഇലയിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇലയിൽ കാണുന്നത് ഭഗവാനെ ചാർത്തിച്ച ചന്ദനവും പൂജിച്ച തുളസിയും പൂവാണ്. പിന്നെ നടുവിലത്തേൽ ത്രിമധുരം, ഇതിൻ്റെ ഇപ്പുറത്തേൽ ഉപ്പും പുളിയും, പിന്നെ താഴെ വെള്ള നൈവേദ്യം ആൻഡ് ചോറ് ആൻഡ് പായസമാണ്. അന്ന് ദൈവത്തിന് നേദിച്ച പായസമാണത്. ഞാനും വിഷ്ണു മാത്രമേ കൊടുത്തുള്ളൂ ചോറ്. എല്ലാവരും കൂടി വായിൽ കൈയിടണ്ടെന്ന് പ്രത്യേകം ഡോക്ടറൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും വിഷ്ണു മാത്രമേ കൊടുത്തുള്ളൂ. ആൻഡ് എല്ലാ ഉപ്പും പുളിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആചാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തൊട്ട് ആസ് പെർ നമ്മുടെ ട്രഡീഷണൽ വേയും ഡോക്ടേഴ്സ് പറയണതും കൂടി കേട്ടിട്ടാണ് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ചെക്കൻ അവളെ നോക്കുന്നു കളർ കണ്ടിട്ട് പറയുന്നത് കേട്ടിട്ട് ചെയ്തോളൂ. അമ്പാടി കണ്ട പ്രാർത്ഥിച്ചൊക്കെ ചെയ്യൂട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കൂട്ടോ. പറയണ പോലെ ചെയ്തോളൂ. എവിടെ ഇരുന്നോളൂ. തിരിക്കൂ. വെറുതെ ഒന്നിങ്ങനെ കരുത്താണ്. തുള്ളി ആയിക്കോട്ടെ. നോക്കിക്കോട്ടെ. മുട്ടി ഇരിക്കൂ. അന്നലെ കാണുള്ളൂ ഫോട്ടോ. കൊടുക്കാൻ പാത്രം കഴിഞ്ഞാൽ ആദ്യം ആളുകൾ കൊടുക്കും. ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് 3 പ്രാവശ്യം കൊടുക്കാം. 3 പ്രാവശ്യം കൊടുക്കാം. ടേസ്റ്റ് മാത്രമേ തിരുമധുരം 3 പ്രാവശ്യം കൊടുക്കും. അത് മാത്രം പിന്നെ കഴിച്ചു. അതുള്ള പിന്നെ കഴിച്ചോളൂ. ഈ പായസം
ചോറൂണ് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്തത് തുലാഭാരമായിരുന്നു കുട്ടിക്ക്. എനിക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ. കുറേ ബ്ലീഡിങ്ങും അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മ വെണ്ണ കൊണ്ട് തുലാഭാരം ചെയ്യാം എന്ന് നേർന്നിരുന്നു. തിരുമേനീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് വെണ്ണ കൊണ്ട് തുലാഭാരം ചെയ്യാമെന്നും ഞാൻ കദളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്യാമെന്നും എഴുന്നിരുന്നു. അപ്പോൾ അതാണ് ചോറൂണ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫസ്റ്റ് ചെയ്തത് തുലാഭാരമാണ്. അമ്പാടി എന്താ ചെയ്യണേ നോക്കുക. പൈസ കൊടുത്ത് വാങ്ങിക്കണം. കഴിഞ്ഞോ? അവരുള്ളിൽ തൊഴിലോ എന്നിട്ട് അച്ഛനവിടെ. അപ്പോൾ ഈ കണ്ട വീഡിയോയിൽ നമ്മൾ നട തള്ള എന്നൊരു ആചാരമുണ്ട്. തിരുവമ്പാടി കൃഷ്ണൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ വേറെ സ്ഥലത്തും ഞാൻ ഇങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നടത്തള്ള എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടീനെ നമ്മൾ നടത്തള്ള അത് കൃഷ്ണനെ ഏൽപ്പിക്കുകയാണ്. അതായത് കൃഷ്ണൻ്റെ കുട്ടിയാണ് ഇനി എന്ന രീതിയിൽ നമ്മൾ നടയിൽ വെച്ചിട്ട് കുട്ടിയുടെ അമ്മ വെച്ചിട്ട് നമ്മൾ തിരിയാണ്ട് ദീപസ്തംഭം വരെ നമ്മളിങ്ങനെ തിരിയാണ്ട് വരണം. പിന്നാലെ നോക്കാണ്ട് വരണം. കുട്ടി കരഞ്ഞാലും എന്തുണ്ടെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ അവിടുത്തെ ഒരാൾ നമുക്ക് ആ കുട്ടീനെ എടുത്തിട്ട് കൊണ്ടു തരുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. അതായത് കൃഷ്ണൻ്റെന്ന് നമ്മളെ കൃഷ്ണനെ ഏൽപ്പിച്ചു. ഇനി ഫുൾ റെസ്പോൺസിബിലിറ്റി കുട്ടിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൃഷ്ണൻ്റെ ആണെന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ളൊരു വെറും ഗാർഡിയനാണ് എന്ന രീതിയിലാണ് അതിൻ്റെ ആചാരം. അപ്പോൾ നടയും നമ്മൾ ചിലവരിങ്ങനെ നട തള്ളും, ചിലവർ അപ്പോൾ ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു നട തള്ളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നട തള്ളി പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടി ചോറുണ്ടെന്ന് വീട്ടിലും ചോറ് വയ്ക്കണം എന്നൊരു ഇതുണ്ട് അത്ര. അപ്പോൾ അങ്ങനെ അമ്മ സദ്യ വെച്ചിരുന്നു. അപ്പോൾ ആ സദ്യയും കഴിച്ച് കുട്ടിയുടെ ചോറുകൊണ്ട് നമ്മൾ 7 പേര് വിഷ്ണുവിൻ്റെ ഏട്ടൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. 7 പേരും കൂടി ഗ്രാൻഡായിട്ട് നടത്തി. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം നന്നായി എനിക്കുണ്ട്. അത് കാരണം താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കുട്ടി ആദ്യമായിട്ട് വെള്ളം കുടിക്കുന്ന വീഡിയോ ആണ്. അത് ഞാൻ എത്രയും വേഗം അപ്ലോഡ് ചെയ്യണതായിരിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.